അത് പാടില്ല എന്നാണോ? ഒരു പ്രതിപക്ഷ കക്ഷി നേതാവ് തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് എന്ത് കുറ്റം ചെയ്താലും അറസ്റ്റ് ചെയ്യാൻ പാടില്ല എന്നുള്ള ഏതെങ്കിലും നിയമമുണ്ടോ? അത് 4 മണിക്ക് അറസ്റ്റ് ചെയ്തില്ല, 9 മണിക്ക് ചെയ്തു. 4 തൊട്ട് 9 മണി 5 മണിക്കൂർ വൈകിക്കഴിഞ്ഞാൽ പ്രതിഷേധ ശക്തി അലിഞ്ഞു പോകും, അല്ലെങ്കിൽ പിറ്റേ ദിവസം ആകുമ്പോഴത്തേക്കും ശക്തി ചോർന്നു പോകുന്ന ഒരു സംവിധാനമാണ് ആം ആദ്മി പാർട്ടി എന്ന് CMP പോലുള്ള അല്ലെങ്കിൽ NDAയുടെ സഖ്യകക്ഷി പറയുമ്പോൾ സത്യത്തിൽ അവരെ കളിയാക്കുകയല്ലേ? 5 മണിക്കൂർ കഴിഞ്ഞാൽ പ്രവർത്തകരുടെ ശക്തി മുഴുവൻ ലയിച്ചു പോവും, ഇല്ലാതായി പോവും എന്നൊക്കെ പറഞ്ഞ് ആം ആദ്മിയെ കൂടെ ഇന്ന് കളിയാക്കരുത് പ്രിയപ്പെട്ട CP ജോൺ. അവരങ്ങനെയൊന്നും അല്ല, അവർ പറഞ്ഞത് സുനാമി സംഭവിക്കുന്നൊക്കെയാണ്. ഞാൻ സുനാമിയൊന്നും കണ്ടില്ല. ഇവിടെ DYFIയും കോൺഗ്രസും ഒക്കെ നടത്തുന്ന ഒരു പ്രകടനങ്ങളല്ലാണ്ട് ഒന്നും കണ്ടുമില്ല. അതൊന്നും അല്ല പ്രശ്നം. ഇപ്പോൾ പുതിയ നോക്കൂ, ലിജു ജനങ്ങൾക്കിടയിലേക്ക് സാധാരണക്കാരനായ മുഖ്യമന്ത്രി, സാധാരണക്കാർക്കിടയിൽ സാധാരണക്കാർക്ക് വേണ്ടി നിരവധി പദ്ധതികൾ മുന്നോട്ട് വെച്ച ഒരു മുഖ്യമന്ത്രിയെ BJP ഭയക്കുന്നുണ്ടോ? അല്ല, ഏതായാലും സ്മൃതിക്ക് ഞാൻ സംസാരിക്കുമെങ്കിലും ശബ്ദം ഉയർന്നുണ്ടല്ലോ, സന്തോഷം. ഞാൻ നിശബ്ദ എന്തായാലും വല്ല മൂകയും ബധിരയുമാണോ എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. ഇനി ഒരു കാര്യം ചോദിച്ചോട്ടെ, ഈ ഒരു മുഖ്യമന്ത്രി പാവപ്പെട്ടവർക്കും അതുപോലെ ഒരുപാട് ഉപകാരങ്ങൾ ചെയ്യുന്നു എന്ന് വിചാരിക്കൂ. ആ ഒരു മനുഷ്യൻ അല്ലെങ്കിൽ ആ മുഖ്യമന്ത്രി കുറ്റം ചെയ്തു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ നടപടി വേണ്ടേ? അങ്ങനെയാണെങ്കിൽ ഈ പല കള്ളക്കടത്തുകാരും ഗുണ്ടകളും എല്ലാം തൊട്ടയലോക്കത്തെ ആൾക്കാർക്ക് ഒരുപാട് സഹായങ്ങൾ ചെയ്യുന്നുണ്ടാവും, ഒരുപാട് സേവന പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ടാവും എന്ന് പറഞ്ഞാൽ അയാൾ അറസ്റ്റ് ചെയ്യാൻ പാടില്ലേ? അപ്പോൾ തങ്ങൾ ചെയ്യുന്ന സേവന പ്രവർത്തനങ്ങളോ ഭരണത്തിലെ മികവുകളോ അല്ല, കുറ്റം ചെയ്താൽ, നിയമപരമായി കുറ്റം ചെയ്താൽ അതിനെതിരെ നടപടി എടുക്കുക എന്നുള്ളത് ജനാധിപത്യ രാജ്യത്തിലെ നിയമമാണ്, വ്യവസ്ഥയാണ്. അതാണ് എന്താണ് പുതിയ തെളിവ്? നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്ന വാദങ്ങൾ തന്നെ വീണ്ടും ഉന്നയിക്കുകയാണ്. എന്താണ് പുതിയ തെളിവ്? കൈക്കൂലി വാങ്ങിയതിന് എന്ത് തെളിവാണ് കേജ്രിവാളിന്റെ പക്കൽ നിന്നും നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത്? ഈ മാപ്പുസാക്ഷി പറഞ്ഞതല്ലേ, മാപ്പുസാക്ഷിക്ക് ഇലക്ട്രൽ ബോണ്ട് നൽകാമല്ലോ എന്ന് താങ്കൾ വളരെ വളരെ ലളിതമായി പറഞ്ഞു. ആ ഇലക്ട്രൽ ബോണ്ട് നൽകിയത് കൊണ്ടാണ് മാപ്പുസാക്ഷിയായത്. അങ്ങനെ ഒരു തീരുമാനമുള്ളതുകൊണ്ടാണ് മാപ്പുസാക്ഷിയായത്. അല്ലെങ്കിൽ അയാളും പ്രതിയായേനെ. അങ്ങനെ പ്രതിയാക്കപ്പെടുന്നവർ എങ്ങനെയാണ് മാപ്പുസാക്ഷിയാകുന്നത്? ഏത് ഉറപ്പിന്മേലാണ്? അതാണ് വിഷയം. നിങ്ങൾക്ക് ഹിമന്ത ബിശ്വാസിനെതിരെ വലിയ അഴിമതി കണ്ടെത്താം, പക്ഷെ നടപടി എടുക്കാതിരിക്കാൻ നിങ്ങളുടെ പക്ഷത്തേക്ക് വന്നാൽ മതി. നിങ്ങളുടെ പക്ഷത്തേക്ക് വന്നാൽ ഒരു അഴിമതിയുമില്ല. അതാണ് അശോക് ചവാന്റെ കാര്യത്തിലും കണ്ടത്. ഞാൻ പറഞ്ഞോട്ടെ മതി. ഇത് കോടതിയിലാണ് ഈ പ്രശ്നം. കോടതിയിൽ ഹേമന്ത് ബിശ്വാസ് ചവാൻ എന്ന് പറഞ്ഞാൽ കോടതി കേൾക്കില്ല. കോടതിക്ക് നിയമമാണ് അറിയേണ്ടത്. അവിടെ സ്മൃതിയേക്കാൾ നല്ല നിയമം അറിയുന്ന ആളുകളെയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്ന ആളുകളെ തന്നെയാണ് കൊണ്ടുപോയി വാദിച്ചത്. 5 ജഡ്ജ് അഡ്വക്കേറ്റുമാരുണ്ടായിരുന്നു, പാനൽ ഓഫ് 5. ചവാനും വേറൊരു 4 പേരടക്കം സിംഗ്വി കൂടാണ്ട് 5 പേര് വാദിച്ചു. ഞങ്ങളുടെ ASDക്ക് വാദിക്കാൻ സമയം പോലും കൃത്യമായിട്ട് കിട്ടിയില്ല. എന്നിട്ടും കോടതി കൃത്യമായിട്ട് ജാമ്യം കൊടുത്തില്ല എന്ന് വെച്ചാൽ, സുപ്രീം കോടതി അത് തള്ളി എന്ന് വെച്ചാൽ, നിങ്ങൾ പോകുമെന്ന് പറഞ്ഞാൽ നിയമപരമായി അത് നിലനിൽക്കുന്നു എന്ന് തന്നെ അർത്ഥം. അതല്ലാണ്ട് നമ്മൾ ഇവിടെ കിടന്നിട്ട് അത് കോടതി ബൂർഷാ കോടതിയാണ്, അത് സംഘപരിവാറിന്റെ അപഭ്രംശം, സംഘപരിവാർ ജുഡീഷ്യറിയിലും അതുപോലെ തന്നെ എക്സിക്യൂട്ടീവിലും കടന്നു കയറി ഇന്നൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യം. നിയമം പറഞ്ഞത് ആണല്ലോ. അപ്പോൾ BJPക്കാണ് ഏറ്റവും കൂടുതൽ പണം കിട്ടിയെന്ന വിവരവും ആ രൂപത്തിലാണ് പുറത്തു വന്നത്. അത് തടഞ്ഞതോടുകൂടി നല്ല കോടതിയല്ല, നിങ്ങളുടെ അഭിപ്രായമാണ് പറഞ്ഞത്. കള്ളപ്പണം ഇനി പിടിച്ചെടുക്കാൻ കഴിയാത്ത അവസ്ഥയുണ്ടാകുമെന്ന് അമിത്ഷായാണ്. അത് അമിത്ഷായാണ് പറഞ്ഞത്. നിങ്ങളും കോടതി ഉത്തരവിനെ വിമർശിക്കുന്നുണ്ട്. തിരിച്ചെത്താം. ശ്രീ ശിവദാസൻ, തെളിവുണ്ടെങ്കിൽ അറസ്റ്റ് ചെയ്യാം. ഇപ്പോൾ ഇതാ കോടതിയും പറഞ്ഞല്ലോ എന്നുള്ളതാണ് BJPയുടെ. ഞാൻ പറഞ്ഞല്ലോ സമയക്കുറവുണ്ട്, നമുക്ക് ഒരുപാട് അതിഥികളുണ്ട്, എല്ലാവരുടെയും ശബ്ദം കേൾക്കണമല്ലോ. ശ്രീ PR ശിവശങ്കർ, സമയക്കുറവുണ്ട്, ചോദ്യങ്ങൾക്ക് മാത്രം കുറവില്ലല്ലോ, എന്നോട് മാത്രം, അതും പ്രത്യേകിച്ച് എന്നോട്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.